How can we understand the flow of electric current using simple real-world analogies? ഇലക്ട്രിക് കറന്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ കുറച്ച് റിയൽ വേൾഡ് അനോളജീസ് നമുക്ക് നോക്കാം. ആദ്യം 2 കണ്ടെയ്നറുകളിലുള്ള വാട്ടർ ഫ്ലോ നമുക്ക് കൺസിഡർ ചെയ്യാം. വെള്ളം എപ്പോഴും ഹൈ ലെവലിൽ നിന്നും ലോ ലെവലിലേക്കാണ് ഒഴുകുന്നത്. ഈ വാട്ടർ ലെവൽ ഡിഫറൻസ് ആണ് വാട്ടർ ഫ്ലോയ്ക്ക് കാരണം. ഇലക്ട്രിക് കറന്റിന്റെ കാര്യത്തിൽ ഈ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹീറ്റ് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ചൂടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്നും തണുത്ത ഒബ്ജക്റ്റിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഹീറ്റ് ഫ്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ എയർ ഫ്ലോ അല്ലെങ്കിൽ കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൈ പ്രഷറുള്ള റീജിയണിൽ നിന്നും ലോ പ്രഷറുള്ള റീജിയണിലേക്ക് എയർ മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രഷർ ഡിഫറൻസ് ആണ് എയർ ഫ്ലോയ്ക്ക് പ്രധാന കാരണം. ഈ 3 എക്സാമ്പിൾസിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒരു ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ തീർച്ചയായും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഈ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബാറ്ററി അല്ലെങ്കിൽ സെല്ലാണ്. ബാറ്ററി ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സായി ആക്ട് ചെയ്യുന്നു. ഇത് സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയി പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്ന് വിളിക്കുന്നത്. വാട്ടർ പമ്പ് ഉപയോഗിച്ച് വാട്ടർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതുപോലെയാണ് ബാറ്ററിയുടെ ഫംഗ്ഷൻ. ഫിസിക്സ് എക്സാമുകൾക്ക് ഈ അനോളജീസ് ഓർത്തുവെക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. കൺസെപ്റ്റുകൾ കാണാപാഠം പഠിക്കാതെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കേരള സിലബസ് സ്റ്റുഡൻസിന് ഇത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഈ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ടോപ്പ് ട്യൂഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. What video would you like us to next? Give your suggestions in comments. Online for all of Kerala, offline for Palakkad. Join us today.